US കരാറിന് തൊട്ടടുത്തെത്തി എന്നാണ് ഇറാന്റെ സ്ഥിരീകരണം ഒക്കെ വന്നിരിക്കുന്നത്. മുമ്പൊരിക്കലും ഇത്രയധികം അടുത്തെത്തിയിട്ടില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത് ഒരു ശുഭസൂചനയായി ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. ആ തർക്കം, ആ പ്രശ്നം അവസാനിക്കാൻ, ലോകരാജ്യങ്ങളെയെല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയ പശ്ചിമേഷ്യൻ പ്രശ്നം അവസാനിക്കാൻ ഇതൊരു കാരണമാകും എന്നുള്ള ആത്മവിശ്വാസം ലോകരാജ്യങ്ങൾക്കുണ്ടാകും. അതേസമയം കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഊഹാപോഹങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഇറാൻ പറയുമ്പോഴും ഇറാൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതിലൊന്ന്, ഇറാന്റെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചുവെച്ച സ്വത്തുവകകൾ വിട്ടു നൽകാൻ ഈ കരാറിൽ ധാരണയുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ പൂർണ്ണമായും അത്തരമൊരു കാര്യം പുറത്തു വന്നതും കൂടി ട്രംപിനെ അത് ചൊടിപ്പിച്ചിരിക്കുകയാണ്. ട്രംപും JD വാൻസും മറ്റും ഇതിനെതിരെ രംഗത്ത് വരികയാണ്. അത്തരമൊരു ധാരണ പോലും ആ കരാറിലില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിനെ ഇറാൻ എങ്ങനെ കാണും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാന്റെ മാധ്യമങ്ങൾ വന്ന വിവരങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ട്രംപ് സംസാരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ലിഖിതമായി അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ട്രംപ് പറയുന്നു. ഇപ്പോഴും തർക്കങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒത്തുതീർപ്പിലേക്ക് ഉടൻ തന്നെ എത്തിയേക്കുമെന്ന സൂചനകൾ, പ്രതീക്ഷകളാണ് പങ്കുവെക്കപ്പെടുന്നത്. പക്ഷേ നേരത്തെ നമുക്കറിയാം, ഇത്തരത്തിൽ പലപ്പോഴും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് പക്ഷേ പിന്നീട് ഇല്ലാതാകുന്ന പശ്ചാത്തലമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ JD വാൻസും ട്രംപും മറ്റും രംഗത്ത് വന്ന പശ്ചാത്തലമുള്ളത്. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഇസ്ലാമാബാദ് ധാരണാപത്രമെന്നാണ് ഇറാൻ US കരാറിനെ അബ്ബാസ് അരാഗ്ചിയും മറ്റും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ചർച്ച പുരോഗമിക്കുന്നുണ്ട് എന്നും നാളെ ഒരുപക്ഷെ കരാർ ഒപ്പിട്ടേക്കാമെന്നും ഒക്കെയാണ് സൂചനകൾ. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇപ്പോഴും തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തുടരുകയല്ലേ? രഞ്ജിത്ത്, മാസങ്ങൾ നീണ്ട ഇറാൻ അമേരിക്ക സംഘർഷത്തിന് അവസാനമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എങ്കിലും ഇപ്പോഴും അത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പ്രതികരണം എന്നത് ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക പോയിരുന്നില്ല. അത് ഗൾഫ് രാജ്യങ്ങളുടെയും ഒപ്പം പാകിസ്ഥാന്റെയും ഇടപെടൽ കൊണ്ടാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരികയും ചെയ്തത്. അതുമാത്രവുമല്ല, ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ പരസ്പര ധാരണയിലേക്ക് എത്തുകയാണ് എന്നും അങ്ങനെ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.